ബിലാത്തി വാർത്താ സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഇന്നത്തെ പങ്ക്തി ആരംഭിക്കുന്നു. മലയാളി പ്രേക്ഷകർക്ക് കുടുംബചിത്രങ്ങളും കോമഡി എന്റർടൈനറുകളും സമ്മാനിച്ച സംവിധായകൻ ജി മാർത്താണ്ഡൻ പുതിയ ചിത്രവുമായി എത്തും. ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് കഥ തുടങ്ങുന്നതെങ്കിലും അത് നാടിന്റെ തന്നെ പ്രശ്നമായി മാറുന്ന രീതിയിലാണ് ഓട്ടത്തുള്ളൽ ഒരുക്കിയിരിക്കുന്നത്. ബിനു ശിവറാം തിരക്കഥയൊരുക്കിയ ഈ ചിത്രം കൂട്ടച്ചിരിക്കുള്ള വക നൽകുമ്പോൾ തന്നെ ഗൗരവമേറിയ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിനായി കൈകൊടുക്കുന്നത്. ചിത്രത്തിലെ പ്രധാന താരങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ഡിസൈനിലാണ് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അഭിനേതാക്കൾക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകുന്ന ഈ സമീപനം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വിജയരാഘവൻ, ഹരിശ്രീ അശോകൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടിനി ടോം എന്നിവർക്കൊപ്പം സംവിധായകരായ ജിയോ ബേബി, സിദ്ധാർത്ഥ് ശിവ, പ്രിയനന്ദൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. ബിബിൻ ജോർജ് സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിന് രാഹുൽ രാജാണ് ഈണമിടുന്നത്. GKS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻ നെല്ലിപ്പാടാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിരിയും ഗൗരവവും നിറഞ്ഞ ഒരു ഗ്രാമീണ കഥയുമായി മാർത്താണ്ഡൻ വീണ്ടും എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ മറ്റൊരു ഹിറ്റ് കൂടി പിറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ വിരുന്നുകളിൽ ഒന്നാകാൻ പോകുന്ന കാട്ടാളൻ ചിത്രീകരണം പൂർത്തിയായി. ആന്റണി വർഗീസിനെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 5 ഭാഷകളിലായാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. തായ്ലൻഡിൽ ആരംഭിച്ച് ചെന്നൈയിൽ അവസാനിച്ച കാട്ടാളന്റെ വിശേഷങ്ങളിലേക്ക്. മലയാള സിനിമയിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായി കാട്ടാളൻ മാറും. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം 140 ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ പൂർത്തിയായി. തായ്ലൻഡ്, ഇടുക്കി, തേനി, പൂനെ, രാമേശ്വരം, മുംബൈ തുടങ്ങിയ വിവിധ ലൊക്കേഷനുകളിലായാണ് ഈ മാരത്തോൺ ഷൂട്ടിംഗ് നടന്നത്. കാടിനോടും മൃഗങ്ങളോടും സാഹസികമായി പോരാടുന്ന ഒരു യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ആന്റണി വർഗീസ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച ആക്ഷൻ പ്രകടനം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ലോക പ്രശസ്ത ആക്ഷൻ കോറിയോഗ്രാഫർ കെമ്പ കൊച്ചടക്കി ഒരുക്കുന്ന സംഘടന രംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയം അജനീഷ് ലോകനാഥാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത്. ഉണ്ണിയാറിന്റെ സംഭാഷണവും രണാദേവിന്റെ ഛായാഗ്രഹണവും ചിത്രത്തിന് കരുത്തേകുന്നു. ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗിന് നിർവഹിക്കുന്നത്. മലയാളത്തിന് പുറമെ ബോളിവുഡ്, ഹോളിവുഡ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. കപിൽ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ, ജഗദീഷ്, ആൻസൺ പോൾ എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയയിലെ പ്രിയ താരങ്ങളായ റാപ്പർ ജിനി, ഹനാൻ ഷാ, ഹിപ്സ്റ്റർ, കോൾമി വെനം എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തും. മെയ് മാസത്തിൽ വേൾഡ് വൈഡ് റിലീസിനായി ഒരുങ്ങുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ് തിയേറ്ററുകളിൽ എത്തും. പെപ്പയുടെ ആക്ഷൻ പ്രകടനങ്ങൾക്കായി കാത്തിരിക്കുന്ന ആരാധകർക്ക് കാട്ടാളൻ ഒരു വലിയ വിരുന്ന് തന്നെയായിരിക്കും. മെയ് മാസത്തിൽ കാടിന്റെ രൗദ്രഭാവം വെള്ളിത്തിരയിൽ അനാവരണം ചെയ്യും. കേരള തമിഴ്നാട് അതിർത്തിയിലെ നിഗൂഢമായ വനപ്രദേശത്തെയും അവിടെ നടക്കുന്ന ദുരൂഹമായ തിരോധാനങ്ങളെയും ആസ്പദമാക്കി ഒരുങ്ങുന്ന പുതിയ ചിത്രമാണ് സംഭവം അധ്യായം. ജിത്തു സതീശൻ മംഗളത്തിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ മിസ്റ്ററി ഫാന്റസി ത്രില്ലർ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നായിരിക്കും. കാടിന്റെ വന്യതയും അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഭീതിയും പ്രമേയമാക്കിയിരിക്കുന്ന സംഭവം അധ്യായം 1 സസ്പെൻസ് ത്രില്ലറുകളുടെ എല്ലാ ചേരുവകളും കോർത്തിണക്കിയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അസ്കർ അലി, ദിലീപ് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, അസീം ജമാൽ, സെന്തിൽ കൃഷ്ണ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പേടിയായ പല രഹസ്യങ്ങളിലേക്കാണ് ക്യാമറ ചെലുത്തിക്കുന്നത്. അങ്കെ പോണാങ്ക ആരുമേ ഉയരോടെ തിരുപ്പി വന്നതേയില്ല എന്ന തമിഴ് സംഭാഷണത്തോടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് നേടിയിരിക്കുന്നത്. വനത്തിനുള്ളിൽ അകപ്പെട്ടു പോകുന്നവരുടെ നിസ്സഹായ അവസ്ഥയും ഭീതിയും ട്രെയിലറിൽ ഉടനീളം പ്രേരിപ്പിക്കുന്നുണ്ട്. കാടുകളിലെ കുടിയിരിപ്പുകാരൻ ആരാണെന്ന് ദുരൂഹതയുണർത്തുന്ന ട്രെയിലർ സീനുകൾ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. നല്ല സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഹമ്മദ് സിദ്ദിഖ്, ഫറാസ് മഞ്ചപ്പള്ളി, ഫയാസ് മുഹമ്മദ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. നവീൻ നജാസിന്റെ ഛായാഗ്രഹണവും അർജുൻ പ്രകാശിന്റെ എഡിറ്റിംഗും ചിത്രത്തിന് ഒരു നിഗൂഢമായ അന്തരീക്ഷം നൽകുമ്പോൾ പൂർണിൻ തോമസിന്റെ പശ്ചാത്തല സംഗീതം ഭീതിയുടെ ആഴം വർദ്ധിപ്പിക്കും. പാലക്കാട്, തിരുവനന്തപുരം, വൈക്കം, വെള്ളൂർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ മിസ്റ്ററി ഫാന്റസി ത്രില്ലർ മാർച്ച് 6 പ്രദർശനത്തിലെത്തും. മനുഷ്യൻ ഭയപ്പെടുത്ത വനത്തിനുള്ളിലെ ആ രഹസ്യം പുറത്തു വരുമോ എന്ന് കാണാൻ മാർച്ച് 6 വരെ കാത്തിരിക്കാം. കയ്യിൽ ആയുധങ്ങൾ ഏന്തി പ്രതിരോധത്തിന്റെയും പ്രതികാരത്തിന്റെയും ദോഷവുമായി ഷാജി പാപ്പനും സംഘവും വീണ്ടും എത്തുകയാണ്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ആട് 3യുടെ റിലീസ് തീയതി പുതിയ പോസ്റ്ററിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. മാർച്ച് 19 പുണ്യദിനമായ റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ 3ാം പതിപ്പ് ഫാന്റസി, ഹ്യൂമർ, ആക്ഷൻ എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകിയാണ് ഒരുങ്ങുന്നത്. മുൻഭാഗങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവരായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്. ജയസൂര്യയ്ക്കൊപ്പം വിനായകൻ, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, ധർമ്മജൻ കോൾക്കാട്ടി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്.
ഇത്തവണ ബോളിവുഡ് താരം ലാറയും പ്രധാന വേഷത്തിലെത്തുന്നു എന്നത് ചിത്രത്തിന്റെ മാറ്റുകൂട്ടും. ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിം കമ്പനിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം വൻ മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നത്. ഷാൻ റഹ്മാന്റെ ആവേശമുണർത്തുന്ന സംഗീതവും അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണവും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. പാപ്പനും പിള്ളേരും ഇക്കുറി ആരെയാവും മുട്ടുകുത്തിക്കുക? ആടുത്രിയുടെ ആവേശകരമായ ആഗമനത്തിനായി മാർച്ച് 19 വരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത ഘട്ടത്തിൽ കാണാം. നന്ദി.